നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ, പാൽപുട്ട്. അതാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇത് നമുക്കതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. മധുരം ഒരുപാട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് തന്നെ നമ്മളിത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് സ്റ്റൗവിൽ വെക്കരുത്. അപ്പോൾ ഈ തേങ്ങയൊക്കെ അങ്ങ് ഡ്രൈ ആയി പോകും. നമ്മുടെ പുട്ടിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകില്ല. അതുകൊണ്ട് 1 മിനിറ്റ് തന്നെ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ പാൽപുട്ടൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതങ്ങ് ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് അത് ചേർത്താണ് കേട്ടോ മാവ് നനച്ചെടുക്കുന്നത്, മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്നത് ഒരുപാട് ബലം കൊടുക്കാതെയാണ് കേട്ടോ നനച്ചെടുക്കുന്നത്. ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മാവ് നനച്ചെടുക്കുകയാണ്. പുട്ടിന് മാവ് കുഴയ്ക്കുക അങ്ങനെ പറയാറില്ല കേട്ടോ. പുട്ടിന് ഞാൻ പറയാതെ മാവ് നനച്ചെടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. ചപ്പാത്തിക്കാണ് മാവ് കുഴയ്ക്കുക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, ക്യാരറ്റ് തേങ്ങ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല കിഡിലൻ രുചിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പാൽപ്പൊടി. അപ്പോൾ ഈ പാൽപ്പൊടിയുടെ മധുരം തന്നെ മതിയായിരുന്നു. ഇതിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു. നമുക്ക് ഓവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കറിയില്ലാതെ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാനിത് പുട്ടുകുടത്തിൻ്റെ കുടത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ ഇത് കാണിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ട്രൈപോഡ് മാറ്റണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പുട്ടുകുടത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറച്ചിട്ട് വെച്ച് കൊടുത്തു. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡി ആയല്ലോ. ഇനി നമുക്ക് നല്ലോണം ആവി വന്നു, പുട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തിയെടുക്കാം. ഞാൻ ഡൈനിങ് ടേബിളിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 3 കുറ്റി ഞാൻ പുട്ട് പുഴുങ്ങിയെടുത്തു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്